ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമാണ് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് RCB തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ മത്സരം നടക്കുന്ന ഏപ്രിൽ 21 കൃത്യം 3:30 മത്സരം നടക്കുന്ന മറ്റെവിടെയല്ല നമ്മുടെ കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടായ ഏഡൻ ഗാർഡൻസിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഫ്രണ്ട്സ്, എനിക്ക് ചെറിയ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. 2 ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് നമുക്ക് വരാം. ഇന്നത്തെ മത്സരം നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് RCB തമ്മിലുള്ള മത്സരം നടക്കുന്ന ഏഡൻ ഗാർഡൻസിലാണ്. സോ ഇവിടെ നടന്ന റീസെൻ്റ് ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് എടുക്കാം. കാരണം ആ ഒരു പിച്ചിൻ്റെ ഈ ഒരു പിച്ചിൽ തന്നെയാണല്ലോ ആ ഒരു മത്സരം നടന്നത്. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവും. സോ നമുക്ക് റീസെൻ്റ് ആയിട്ട് ഇവിടെ നടന്ന ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് കൊൽക്കത്ത എന്ന് പറയുമ്പോൾ റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോമിലോട്ട് വരുന്ന ഒരു ടീമാണ്. അതേസമയം നമ്മുടെ RCB ആണെങ്കിൽ കുറച്ച് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ടീം നോക്കുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ട് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ ഫസ്റ്റ് ഇന്നിങ്സ് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായിരുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത സുനിൽ നാരായൺ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ 109 റൺസാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി എടുത്തത്. അതുപോലെ തന്നെ മിഡിൽ ഓർഡറായിട്ട് വന്ന നമ്മുടെ രഘുവാൻഷി 30 റൺസും എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ റിങ്കോ സിംഗ് അങ്ങനെ കുറച്ച് റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വിക്കറ്റ് സ്റ്റേക്ക് നോക്കിയാൽ കുൽദീപ് സെൻ 2 വിക്കറ്റ്, അതുപോലെ തന്നെ ആവേശ് ഖാൻ 2 വിക്കറ്റ്, ട്രെന്റ് ബോൾട്ട് 1 വിക്കറ്റ്, അതുപോലെ തന്നെ ചഹാൽ 1 വിക്കറ്റ്. 5 വിക്കറ്റ് ഫാസ്റ്റ് ബോളർ, 1 വിക്കറ്റ് സ്പിന്നറാണ് ഫസ്റ്റ് ഇന്നിങ്സിൽ എടുത്തത്. സെക്കൻഡ് ഇന്നിങ്സിൽ 8 വിക്കറ്റ് വീണിട്ടുണ്ട്. ഇതിൽ 2 വിക്കറ്റ് വരുൺ ചക്രവർത്തി, 2 വിക്കറ്റ് സുനിൽ നാരായൺ, 2 വിക്കറ്റ് ഹർഷിത് റാണ, 1 വിക്കറ്റ് വൈഭവ് ആരവ്. ഓക്കെ, ഇത്രയും പേരാണ്. ഇതിൽ 7 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും ടോട്ടലി 5 വിക്കറ്റ് സ്പിന്നേഴ്സും എടുത്തിരിക്കുന്നത്. ടോട്ടൽ 2 ഇന്നിങ്സ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റ് ബോളേഴ്സ് 7 വിക്കറ്റും സ്പിന്നേഴ്സ് 5 വിക്കറ്റ്സുമാണ്. റീസെൻ്റ് നടന്ന ലാസ്റ്റ് മാച്ചിൽ നടന്നത്. ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്, അത്യാവശ്യം നല്ലൊരു ഹൈ സ്കോറിംഗ് ഗെയിം ആയിരുന്നു റീസെൻ്റ് നടന്ന പെർഫോമൻസ് ഒക്കെ. അതുപോലെ തന്നെ എസ്പെഷ്യലി ബാറ്റേഴ്സിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് ആയതുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് എന്തായാലും ഒരു പിച്ചിൽ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. അപ്പോൾ ബാറ്റ്സ്മാൻമാരെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലും അങ്ങനെയാണ് നിങ്ങൾക്ക് വിന്നിംഗ് പോസിബിലിറ്റീസ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് മത്സരത്തിൽ 447 2 ഇന്നിങ്സോടെ 447 റൺസ് എന്ന് പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ പേസ് ബോളേഴ്സിലേക്ക് പേസ് ബോളേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഓക്കെ, അത്രയൊക്കെയാണ് പറയാനുള്ളത്. പിച്ചിനെ പറ്റി അത്രയും പറയാനുള്ളത്. പിന്നെ റീസെൻ്റ് ആയില്ല നമ്മുടെ RCBയുടെയും KKRന്റെയും റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഓവറോൾ 34 മത്സരങ്ങളാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ കളിച്ചിട്ടുള്ളത്. ഇതിൽ 34 മത്സരത്തിൽ നിന്ന് 20 എണ്ണം KKRും 14 എണ്ണം നമ്മുടെ ബാംഗ്ലൂരുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് നടന്ന 5 മത്സരത്തിൽ 4 എണ്ണം നമ്മുടെ KKRും 1 എണ്ണം RCBയാണ് കേട്ടോ വിൻ ചെയ്തിട്ടുള്ളത്. പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് 165 റൺസ് വരെ മിനിമം ആവറേജ് സ്കോറായിട്ട് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അതിൽ കൂടുതലാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അതിൽ കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എസ്പെഷ്യലി കൊൽക്കത്തയ്ക്കൊക്കെ ഫസ്റ്റ് ബാറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും നല്ലൊരു റൺ സ്കോറിങ് ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫാസ്റ്റ് ബൗളേഴ്സിന് 632 വിക്കറ്റ്സ് നമ്മൾ ടോട്ടലി ടേക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്പിന്നേഴ്സ് 389 വിക്കറ്റ്. അതായത് പെർസെൻറ്റേജ് വൈസ് നോക്കുന്ന സമയത്ത് ഒരു 60% ഫാസ്റ്റ് ബൗളറിനും ബാക്കി 40% സ്പിന്നേഴ്സിനുമാണ് ഇവിടെ സപ്പോർട്ടുള്ളത്. അതുപോലെ തന്നെ വെതർ റിപ്പോർട്ട് പറയുമ്പോൾ സമയത്ത് 41 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനില. റെയിൻ പോസിബിലിറ്റീസ് ഒക്കെ വളരെ കുറവാണ്. ഇനി നമുക്ക് പ്രോബബിലി 11 നോക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം. പ്രോബബിലി 11 അതുകൂടെ കുറച്ച് ടിപ്സ് കൂടെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ പറയാനുള്ള കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ കിഡിലെ ആപ്ലിക്കേഷനെ പറ്റി. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഡ്രീം ഇലവനെക്കാട്ടിലും സൂപ്പറായിട്ട് ഒരുപാട് ക്യാഷ് ചെയ്യാൻ പറ്റും. GST ഫ്രീ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത് നമുക്ക് ഒരുപാട് തരം കോൺടെസ്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഡ്രീം ഇലവനെക്കാട്ടിലും ഏറ്റവും കുറവ് എൻട്രി ഫീസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ ഒരു കുബേര ഫാൻറ്റസി. ഇതിൽ നമുക്ക് നമ്മുടെ ഡ്രീം ഇലവനിൽ 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സെയിം കോൺടെസ്റ്റ് വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഏകദേശം ഒരു 40 രൂപയുടെ ഡിഫറൻസ് ആയിട്ട് വരുന്നു. ഒരു കോൺടെസ്റ്റ് മാത്രമേ എടുത്ത് പറഞ്ഞുള്ളൂ. എനിക്ക് എല്ലാം എടുത്ത് പറയാനുള്ള ടൈം ഇല്ല. എല്ലാം ഇതുപോലെ എൻട്രി ഫീസ് കുറവായിട്ടാണ്. നമ്മുടെ ഡ്രീം ഇലവൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണ് അവരെ പിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ പാറ്റ് കുമിൻസ്, ഋഷഭ് പന്ത്, അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെൻറിസ് ക്ലേസൻ ഒക്കെ ഉണ്ടല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ
അവർ പിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്ക് 58 രൂപയുടെ ഒരു കോൺടസ്റ്റ് നോക്കുന്ന സമയത്ത് ക്ലാസ് തന്നെയാണ് നമ്മുടെ ഓപ്പോണൻസ് പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ വെച്ചാൽ ഋഷഭ് പന്ത് ആണെങ്കിൽ ആ പുള്ളിയെ പിക്ക് ചെയ്തിട്ട് തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്ത് ഋഷഭ് പന്താണ് ഈസി ആയിട്ട് നമ്മൾ അങ്ങനെ ഈസി ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓപ്ഷനാണ് നമ്മുടെ കുബേര ഫാൻറ്റസി ഡ്യൂ. ഇതുവരെ ട്രൈ ചെയ്യാതെ തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ വിഷനിലും ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും തീർച്ചയായിട്ടും ട്രൈ ചെയ്യട്ടോ. കാരണം ഇതിലും ഒരുപാട് തരം വെറൈറ്റി കോൺടസ്റ്റുകളുണ്ട്. ഡ്രീം ഇലവനെക്കാട്ടിലും എൻട്രി ഫീസ് കുറവാണ്. അതുകൂടാതെ ഈസി ആയിട്ട് വിന്നാവാനും പറ്റും. അതുകൂടാതെ ഇവർ ഡെയിലി ഗിവേയും കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ എടുത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഗീവേ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ ഗീവേ, നാളെ അടുത്ത മാച്ചിൽ ഗീവേ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നില്ല. വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വയ്യ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. 50,000 രൂപയ്ക്ക് ഡെയിലി ഗീവേ കൊടുക്കുന്ന ഒരു ഏക ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷൻ 11 അതുപോലെ ഒരുപാട് കോൺടസ്റ്റുകളുണ്ട്. ഡ്രീം 11നെക്കാട്ടിലും നിങ്ങൾ ഡ്രീം 11 10 കോൺടസ്റ്റ് ഇട്ടു, ഇവിടെയും 10 കോൺടസ്റ്റ് ഇട്ടു. ഇവിടെ ആയിരിക്കും നിങ്ങൾ കൂടുതലും ക്യാഷ് ഏൺ ചെയ്യുക എന്നുള്ള കാര്യം ഷുവറാണ്. കാരണം അവിടെ നിങ്ങൾ 8 എണ്ണം വിൻ ചെയ്തില്ലെങ്കിൽ ഇവിടെ 10 എണ്ണം വിൻ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് കോമ്പറ്റീഷൻ കുറവാണ്, അതുകൊണ്ടാണ്. സോ ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സിലും ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ ശ്രമിക്കാൻ. കണ്ടില്ലേ, ഡെയിലി ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ഗീവ് കൊടുക്കുന്ന ഒരു കിഡിൽ ആപ്ലിക്കേഷനാണ്. എൻട്രി ഫീസും കുറവാണ്. ഡ്രീം 11 കമ്പയർ ചെയ്യുമ്പോൾ എൻട്രി ഫീസ് വളരെ വളരെ കുറവാണ്. കോമ്പറ്റീഷനും കുറവാണ്. മറ്റുള്ള ആപ്ലിക്കേഷനെ ഇപ്പോൾ പറഞ്ഞ ആപ്ലിക്കേഷനെക്കാട്ടിലും കോമ്പറ്റീഷൻ കുറവാണ്. വിഷൻ 11നെക്കാട്ടിലൊക്കെ കോമ്പറ്റീഷൻ കുറവാണ്. കാരണം അധികം യൂസേഴ്സ് ഇല്ല. നമുക്ക് ഈസി ആയിട്ട് വിന്നാൻ പറ്റും. നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഈസി ആയിട്ട് വിന്നാവും. ആ ഒരു ക്രൈറ്റീരിയ ഉള്ള ഏത് ആപ്ലിക്കേഷനാണോ അതെടുത്ത് കളിക്കാൻ ശ്രമിക്കുക. പിന്നെ സ്പോർട്ടസി ട്രൈ ചെയ്താൽ ഇതും ട്രൈ ചെയ്യാൻ നോക്കുക. നമ്മുടെ കുബേര ഫാൻറ്റസി ഡ്യൂ പറഞ്ഞില്ല, അതുപോലെ ഇതിൽ പോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സ് 11 കോപ്പ് ഉണ്ട്. എല്ലാത്തിലും ഈ പറഞ്ഞ മാതിരി ഓരോ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഇവയെല്ലാം. ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ട്രൈ ചെയ്തിട്ട് വിൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അല്ലാത്ത പക്ഷം ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രോബബ്ലി പ്ലേയിങ്ങിലോ നോക്കാം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫിലിപ്പ് സാൾട്ട്, അതുപോലെ തന്നെ സുനിൽ നരേൻ, അതുപോലെ രഘുവാൻഷി, അതുപോലെ തന്നെ നമ്മുടെ വെങ്കിടേഷ് അയ്യർ, ശ്രേയസ് അയ്യർ, റിങ്കു സിംഗ്, അതുപോലെ ആന്ദ്രെ റസൽ, രമദീപ് സിംഗ്, മിച്ചൽ സ്റ്റാർക്ക്, ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി, ഇത്രയും പേരാണുള്ളത്. വൈഭവ് ഓരോ വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ റിങ്കു സിംഗിൻ്റെ പ്ലേസിലോട്ട്. അതുപോലെ തന്നെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാഫ് ഡുപ്ലിസി, വിരാട് കോഹ്ലി, വിൽ ജാക്സ്, അതുപോലെ തന്നെ രാജിത് പടിദാർ, സൗരവ് ചാൻ, അതുപോലെ തന്നെ നമ്മുടെ ദിനേശ് കാർത്തിക്, മാഫിൽ ലൂമർ, വിജയ് കുമാർ വൈശാഖ്, ലോക്കി ഫെഗൂസൻ, ആഷ് ഡയൽ, അതുപോലെ തന്നെ റൈസ് ട്രോഫി, ഇത്രയും പേരാണ് നമ്മുടെ ബാംഗ്ലൂരിലുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നമ്മൾ അഞ്ചു റാവട്ട് വരാൻ ചാൻസ് ഉണ്ട് യാഷ് ഡയലിൻ്റെ പ്ലേസിലോട്ട്. അതുപോലെ തന്നെ കീ പ്ലെയേഴ്സായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 4 പ്ലെയേഴ്സിനെ പിക്ക് ചെയ്യണം. സുനിൽ നരേൻ, ആന്ദ്രെ റസൽ, അതുപോലെ വിരാട് കോഹ്ലി, ദിനേശ് കാർത്തിക്. റീസെൻ്റായിട്ട് ഈ മത്സരങ്ങളിലൊക്കെ നല്ല ഫോം കാണിക്കുന്ന പ്ലെയേഴ്സാണ് ഇവരെല്ലാം. അതുപോലെ മസ്റ്റായിട്ട് 2 പേര് ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ഫാഫ് ഡുപ്ലിസി നമ്മുടെ സുനിൽ നാരായണുമാണ്. KKR കീ പ്ലെയേഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് സുനിൽ നാരായൺ 35 വയസ്സായ ഒരു ഓൾറൗണ്ടറാണ്. അദ്ദേഹം അടുത്ത ഇയറിലെ ഈ ഇൻ്റർനാഷണൽ മാച്ചസ് ഒന്നും കളിക്കില്ല. ഇൻ്റർനാഷണൽ അല്ല, ഇങ്ങനത്തെ രാജ്യാന്തര എന്തൊക്കെയില്ല, ഈ IPL, BPL, CPL, OPL എന്നൊക്കെ ഇല്ല, അതൊക്കെ കളിക്കില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇത്രയും ഫോം ആവുന്നത് എന്താണെന്നൊന്നും അറിയത്തില്ല. 35 വയസ്സായ ഓൾറൗണ്ടറാണ്. റീസെൻ്റായിട്ട് നല്ലൊരു പെർഫോമൻസ് ആണ്. 108 റൺസും 2 വിക്കറ്റ് 30 റൺസിനൊക്കെ എടുത്തൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റിങ്കു സിംഗ് ഈ ഒരു ഫിനിഷറാണ്. അടിപൊളിയായിട്ട് കഴിഞ്ഞ മത്സരമൊക്കെ നല്ല രീതിക്ക് രാജസ്ഥാൻ റോയൽസിനെതിരെ നല്ല രീതിക്ക് റൺസ് സ്കോർ ചെയ്തായിരുന്നു. ലാസ്റ്റ് ഓവർ ഏറ്റവും കൂടുതൽ റൺസ് അദ്ദേഹം സ്കോർ ചെയ്ത് കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി നല്ല സ്പിന്നറാണ്. റീസെൻറ്റ് രാജസ്ഥാൻ അഗെയിൻസ്റ്റ് ആയിട്ട് രവിചന്ദ്ര അശ്വിന്, ഷിരോൺ ഹിറ്റ്മെയറിൻ്റെ വിക്കറ്റ്സാണ് അദ്ദേഹം എടുത്തത്. അതുപോലെ തന്നെ ഹർഷിത് റാണ 22 വയസ്സായ റൈറ്റ് ആം ഫാസ്റ്റ് ബോളറാണ്. അദ്ദേഹം ലാസ്റ്റ് കളിച്ച ഒരു മത്സരത്തിൽ 2 വിക്കറ്റ് 45 റൺസാണ് കൊടുത്തത്. ലാസ്റ്റ് ഓവർ ആയതുകൊണ്ട് കുറച്ച് അടിപോയി, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഓൾസോ അഗെയിൻസ്റ്റ് ആയിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിന് അഗെയിൻസ്റ്റ് ആയിട്ട് 3 വിക്കറ്റിന് 33 റൺസ് കൊടുത്തിട്ട് ഒരു മാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ RCB കീ പ്ലെയേഴ്സായിട്ട് പറയാനുള്ള വിരാട് കോഹ്ലി റൈറ്റ് ഹാൻഡ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ്. റീസെൻ്റ് ആയിട്ട് നല്ലൊരു പെർഫോമൻസ് ആണ്. 20 ബോൾ 42 ആയിരുന്നു ലാസ്റ്റ് മാച്ചിൽ അദ്ദേഹത്തിൻ്റെ സ്കോർ എന്ന് പറയുന്നത്. ഫാഫ് ഡുപ്ലിസി അദ്ദേഹം അടിപൊളിയായിട്ട് റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു മത്സരത്തിൽ 28 ബോളിൽ 62 റൺസ് അഗെയിൻസ്റ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് അഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോക്കി ഫെർഗൂസൻ, അദ്ദേഹം ന്യൂസിലാൻഡിലത്തെ ഒരു ഫാസ്റ്റ് ബോളറാണ്, അടിപൊളി ബോളറാണ്. ലാസ്റ്റ് മത്സരം കുറച്ച് അടി വാങ്ങിയെന്നുള്ളൂ, പക്ഷേ ഈ ഒരു മത്സരം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. ലാസ്റ്റ് മത്സരം ട്രാവിസ് ഹെഡ്, ഹെൻറിക്സ് കളേഴ്സിൻ്റെ ഒക്കെ വിക്കറ്റ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. റൈസ് ട്രോഫി നമ്മുടെ ഇംഗ്ലണ്ടിലത്തെ റൈറ്റ് ആം ഫാസ്റ്റ് ബോളറാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം നല്ല വിക്കറ്റ്സ് ആയിരുന്നു എടുത്തത്. അഭിഷേക് ശർമ്മയൊക്കെ ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് RCBയിലെ ടീമിൽ ടോപ്പ് ബാറ്റ്സ്മാൻമാരായിട്ടുള്ള ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിങ്കു സിംഗ്, അതുപോലെ തന്നെ ഫിലിപ്പ് സാൾ, സുനിൽ നരേൻ, ഇവരെല്ലാം നല്ല ബാറ്റിംഗ് ചോയ്സ് ആണ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നത്.
കീപ്പർ വിത്ത് ബാറ്റിംഗ് ഓപ്ഷൻ നമ്മുടെ ഫിലിപ്പ് സാൾട്ട് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആയിരുന്നു നല്ലൊരു പെർഫോമൻസ്. റീസെൻ്റ് ആയിട്ട് അഗേൻസ്റ്റ് ലക്നോ ആയിട്ട് 89 റൺസും അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പിംഗ് ചെയ്തിട്ട് ക്യാച്ച് കിട്ടിയാൽ നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു പോയിന്റ്സ് നമുക്ക് ഫാൻറ്റസി പോയിന്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ റിംഗ് ബോസിങ് 37 റൺസ് മതി. 2500 T20 റൺസിൽ 2500 ആക്കാൻ വെറും 37 റൺസ് മതി. സോ തീർച്ചയായിട്ടും അദ്ദേഹം ലാസ്റ്റ് ഒരു മത്സരം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഈ ഒരു മത്സരം നന്നായി കളിക്കുന്നു വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 148 അതുപോലെ തന്നെ ദിനേശ് കാർത്തിക്, ഫാഫ് ഡുപ്ലിസി, അതുപോലെ തന്നെ വിരാട് കോഹ്ലി, ഇവരാണ് 3 പേര് നമ്മൾ RCB നിന്ന് എടുത്ത് കീ ബാറ്റ്സ്മാൻമാരായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. റീസെൻ്റ് ആയ മത്സരങ്ങളൊക്കെ എല്ലാവരും ഈ 3 ആൾക്കാർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദിനേശ് കാർത്തിക് അതിനൊരു മത്സരം 35 ബോൾ 83 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ റീസെൻ്റ് ആയിട്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഡീകോക്ക് കാഴ്ചവെച്ചത്. സോ അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവും, ഈ ഒരു മത്സരം അദ്ദേഹത്തിന് നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡുപ്ലിസി 9919 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട് T20 കരിയറിൽ. ഇനി ആകെ കുറച്ച് റൺസ്, ഏകദേശം ഒരു 81 റൺസ് അല്ലേ, അതെ 81 റൺസ് കൊണ്ട് അദ്ദേഹം T20 കരിയറിൽ 10,000 റൺസ് തയ്ക്കും. സോ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ KKR വേഴ്സസ് RCBയിൽ ടോപ്പ് ബൗളേഴ്സായിട്ട് പറയാനാണെങ്കിൽ ഹർഷിക് റാണ, അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി, സുനിൽ നരൈൻ റീസെൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് ആണ് എല്ലാവരുടെ കയ്യിൽ നിന്നും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സുനിൽ നരൈൻ റീസെൻ്റ് ആയിട്ട് നമ്മൾ ധ്രുവ് ജുവൽ, അതുപോലെ തന്നെ റോമൻ പൗലിനെയൊക്കെ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ ബാംഗ്ലൂരിലോട്ട് നോക്കിയാൽ റേസ് ട്രോഫി, അതുപോലെ തന്നെ ലോക്കി ഫെർഗൂസൺ, യാഷ് ടയൽ, ഇവരൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മുടെ RCBക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്. സോ ഇവരൊക്കെ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക് ടു ഒരു പ്രിവ്യൂ ടീമിലോട്ട് കിടക്കാം. അതിനായിട്ട് ടീമിൽ ഓപ്പൺ ചെയ്യാം. എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, തല വേദനിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞ് ഇരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യും. ഇതുകൂടാതെ ഏതൊക്കെയുള്ള മാച്ചിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതും തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. ഗുജറാത്ത് വേഴ്സസ് ആരായിരുന്നു, DCA സൺറൈസേഴ്സ് ആരോ ആയിരുന്നു. അപ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുക, അത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമുക്ക് ടീം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലോക്കി ഫെർഗൂസൺ, അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കഴിഞ്ഞ മത്സരം കാഴ്ചവെച്ച കണ്ടില്ല, 2 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മിച്ചൽ സ്റ്റാർക്കിനെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ സുനിൽ നരൈൻ, ആൻഡ്രെ റസൽ, വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലിസി, അതുപോലെ നമ്മുടെ ഫിലിപ്പ് സാൾട്ട്, ദിനേശ് കാർത്തിക് നമ്മുടെ ഓപ്ഷണലാണ്. റീസൺ അദ്ദേഹത്തിന് ബാറ്റിംഗ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ ഇൻക്ലൂഡ് ചെയ്യുക. സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ ചാൻസ് കുറവാണ്, അദ്ദേഹം പെട്ടെന്ന് ഔട്ടായി പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ശ്രേയസ് അയ്യറിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി, ഹർഷിക് റാണെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ടീം നോക്കിയാൽ ഇപ്പോൾ ആകെ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് RCBയിൽ നിന്ന് ഒരു ബോളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബോളറൂടെ വരുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. റേസ് ട്രോഫിയെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ വിൽ ജാക്സിനെ ഇൻക്ലൂഡ് ചെയ്യാം. ഒരു ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് വെച്ച് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മത്സരമൊക്കെ അദ്ദേഹം കുറച്ച് ബോളിംഗ് ചെയ്തായിരുന്നു. കഴിഞ്ഞ മത്സരം ബോളിംഗ് ചെയ്തായിരുന്നു, കുറച്ച് റൺസ് കൊടുത്തുകൊണ്ട് ഇനിയൊന്നും കൊടുക്കാൻ തോന്നാനില്ല. അങ്ങനെയൊക്കെയാണ് ക്യാപ്റ്റൻസി. നമുക്ക് എന്തായാലും സുനിൽ നരൈനെ തന്നെ കൊടുക്കാം, കാരണം അദ്ദേഹം നല്ല കളിയായിരിക്കും, ഒന്നും പറയാനില്ല. വിരാട് കോഹ്ലി വൈസ് ക്യാപ്റ്റനും സെയിം ടീമായിരിക്കും എല്ലാവരും. പക്ഷേ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ സുനിൽ നരൈൻ കൂടുതൽ കളിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഫിലിപ്പ് സാൾട്ടിനൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ടീം നോക്കിയാൽ ഫിലിപ്പ് സാൾട്ട്, വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലിസി, ശ്രേയസ് അയ്യർ, സുനിൽ നരൈൻ, ആൻഡ്രെ റസൽ, വിൽ ജാക്സ്, അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്ക്, അതുപോലെ നമ്മുടെ റേസ് ട്രോഫി, ലോക്കി ഫെർഗൂസൺ, ഹർഷിത് റാണ, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പ് ഇതുവരെ ജോയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.